നമസ്കാരം. കൊല്ലത്ത് തേവലക്കര സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ എന്ന പൊന്നുമോൻ ഷോക്കേറ്റ് മരിച്ചതിന് പിന്നാലെ പതിവ് പേക്രോം ആക്രോശങ്ങളും ആക്രിയായ പ്രഖ്യാപനങ്ങളുമായി മന്ത്രിമാരും അവരുടെ തന്ത്രിമാരുമൊക്കെ കളം പിടിച്ചിട്ടുണ്ട്. മിഥുൻ്റെ മൃതദേഹത്തിന് സർക്കാർ വിലയും ഇട്ട് കഴിഞ്ഞു. ഇതൊക്കെ നാട്ടുനടപ്പും ഭരണത്തഴക്കവുമായിട്ട് കാലം എത്രയായി. കേരളീയർ നിങ്ങളെയൊക്കെ മാറി മാറി പരീക്ഷിക്കുന്നത് ഇത്തരം അരുതായ്മകൾക്ക് ആരിൽ നിന്നെങ്കിലും അറുതി ഉണ്ടാകും എന്നു കരുതിയാണ്. ഞങ്ങളുടെ ജീവന് നിങ്ങൾ ഇത്തിരിയെങ്കിലും വില കൽപ്പിക്കും എന്ന് പ്രതീക്ഷിച്ചാണ്. അതല്ലാതെ നിങ്ങളുടെയൊക്കെ ആദർശ രാഷ്ട്രീയ ഗീർവാണങ്ങൾ കണ്ടും കേട്ടും കണ്ണു മഞ്ഞളിച്ചിട്ടാണ് എന്ന് മാത്രം കരുതിക്കളയരുത്. സാധാരണക്കാരനെ അവഗണിക്കുന്ന അന്തമില്ലാത്ത വികസന കോപ്രായങ്ങൾ കണ്ട് അന്തം വിട്ടിട്ടാണ് എന്ന് അഹങ്കരിക്കുകയും അരുത്. ഇത്തരത്തിലുള്ള ഓരോ ദുരന്തവും സർക്കാരിൻ്റെ അനാസ്ഥയാണ് എന്ന് ഉറപ്പുള്ളപ്പോഴും എല്ലാം സഹിക്കുന്നത് നിങ്ങളോടുള്ള ആരാധന കൊണ്ടല്ലെന്നും മനസ്സിലാക്കണം. നഷ്ടപരിഹാരം എല്ലാറ്റിനും പരിഹാരമാകും എന്ന് തെറ്റിദ്ധരിക്കുന്ന വിഡ്ഢികളുടെ സ്വർഗത്തിൽ ജീവിക്കാനാണല്ലോ സാധാരണക്കാരുടെ വിധി. കാലങ്ങളായി രാഷ്ട്രീയ നേതാക്കളെല്ലാം പരസ്പരം പഴിചാരുന്ന ഉളുപ്പില്ലായ്മ സ്വയം അലങ്കാരമാക്കി കൊണ്ടു നടക്കുന്നവരെ കുറിച്ച് എന്ത് പറയാനാണ്. മിഥുൻ്റെ ദാരുണ മരണം അറിഞ്ഞയുടനെ വലിഞ്ഞു കയറി വന്ന് മന്ത്രി ചിഞ്ചു റാണി നടത്തിയ കൊഞ്ചലിന് പിന്നാലെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ചോദിച്ചത് എല്ലാവരും കേട്ടില്ലേ? ഹെഡ്മാസ്റ്ററും മറ്റും എന്നും കാണുന്നതല്ലേ ഈ വൈദ്യുത ലൈൻ? ഇതൊക്കെ ശ്രദ്ധിക്കാതെ അവർക്കെന്താണ് ജോലി? ഇതേ വാദം റോഡിലെ കുഴിയിൽ വീണ് മരിക്കുന്നവരുടെ ഉറ്റവർ മന്ത്രിയോട് ചോദിച്ചാലോ? മരാമത്ത് വകുപ്പിന്റെ ഹെഡ്മാസ്റ്ററായ മന്ത്രി മുഹമ്മദ് റിയാസും മറ്റും എന്നും കാണുന്നതല്ലേ റോഡിലെ കുഴി? ഇതൊക്കെ ശ്രദ്ധിക്കാതെ ഇവർക്കൊക്കെ എന്താണ് ജോലി? ഹെഡ്മിസ്ട്രസിനെ സസ്പെൻഡ് ചെയ്തതുപോലെ മന്ത്രിയെ മാറ്റി നിർത്താനുള്ള ധാർമ്മികത നിങ്ങൾക്കുണ്ടാകുമോ? ഈ നാട്ടിൽ എന്തെങ്കിലും നടക്കണമെങ്കിൽ ആരെങ്കിലും രക്തസാക്ഷിയാകണം എന്ന് വരുന്നത് എന്തൊരു ക്രൂരതയാണ്. തെരുവ് നായ്ക്കളുടെ ശല്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ആരെങ്കിലും പട്ടി കടിച്ച് മരിക്കണം. ബസ്സിൽ എമർജൻസി എക്സിറ്റ് ഉണ്ടാകാൻ ബസ് കത്തി യാത്രക്കാർ മരിക്കണം. സ്കൂൾ ഭിത്തികൾ സുരക്ഷിതമാകാൻ പാമ്പ് കടിയേറ്റ് കുട്ടി മരിക്കണം. ആശുപത്രി കെട്ടിടം നന്നാക്കാൻ അതിനടിയിൽപ്പെട്ട് ആരെങ്കിലും മരിക്കണം. ഇതെന്തൊരു അപമാനമാണ്. പിന്നീട് നടക്കുന്നതോ കുറെ ഉന്നതതല യോഗങ്ങൾ. ഏതാനും പേർ കൂടിയിരുന്ന് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് തീരുമാനിക്കുന്നതാണല്ലോ ഇന്നാട്ടിലെ ഉന്നതതല യോഗങ്ങൾ. ഒരു തരത്തിലും ഒരു തുടർ നടപടിയുമില്ലാത്ത വെറും അണ്ടിപ്പരിപ്പ് യോഗങ്ങൾ. വർഷങ്ങൾക്ക് മുമ്പ് മലപ്പുറത്ത് പൂക്കിപ്പറമ്പിൽ അനവധി പേർ ബസ് കത്തി വെന്തു മരിച്ചപ്പോൾ ബസ്സിലെ എമർജൻസി എക്സിറ്റ് ഉൾപ്പെടെ എന്തെല്ലാം നിബന്ധനകളാണ് ഉണ്ടാക്കിയത്. ഇപ്പോൾ അതൊക്കെ പാലിച്ചാണോ നമ്മുടെ വണ്ടികൾ നിരത്തിൽ ഓടുന്നത്? വയനാട്ടിൽ ഒരു കുട്ടി ക്ലാസ് മുറിയിൽ പാമ്പ് കടിച്ചപ്പോൾ എന്തൊക്കെയായിരുന്നു ജഗപുക? അന്നത്തെ പ്രഖ്യാപനങ്ങൾ എന്തായി? ഇവിടുത്തെ ആശുപത്രി കെട്ടിടങ്ങളെക്കുറിച്ച് ഒരു ഓഡിറ്റ് നടത്തി പരിഹാരമുണ്ടാക്കാൻ ഇനി എത്ര ജീവനുകൾ കൂടി കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് പെറുക്കിയെടുക്കണം? ഓരോ വകുപ്പിലെയും ഭരണം മുന്നോട്ട് പോകാൻ പാവപ്പെട്ടവനെ കൊല്ലണം എന്ന് വന്നാൽ കൊലക്കുറ്റത്തിന് ആദ്യം കേസെടുക്കേണ്ടത് ആർക്കെതിരെയാണ്? ഹെഡ്മാസ്റ്റർമാർക്കെതിരെയോ മന്ത്രിമാർക്കെതിരെയോ? ഭരിക്കുന്നവർക്ക് നാണമില്ലെങ്കിലും വോട്ട് ചെയ്യുന്ന ജനങ്ങൾക്കതുണ്ട് എന്ന കാര്യം ദുരന്തമുഖത്ത് ശോകനാടകം കളിക്കാനെത്തുന്ന എല്ലാ രാഷ്ട്രീയ ഹീറോകളും ഓർക്കുന്നത് നല്ലതാണ്. നിങ്ങളെ ഹീറോ ആക്കുന്നതും സീറോ ആക്കുന്നതും ഒരേ ജനങ്ങളാണ്.